ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് തിയറി ഓഫ് മെഷീൻസിനകത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ചാപ്റ്റർ 7 ക്യാം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈലിൽ സ്കെച്ച് ചെയ്യുക, അതേപോലെ തന്നെ ക്യാം പ്രൊഫൈൽ വരയ്ക്കൽ, ക്യാം ഡിസൈനിങ് ആണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ 3ാമത്തെ വീഡിയോ ആണ്. സോ ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്യാം ഈസ് ഗിവ് ദ ഫോളോയിങ് മോഷൻ ടു എ നൈഫ് എഡ്ജ്ഡ് ഫോളോവർ. സോ ഇവിടെ എന്താണ് നൈഫ് എഡ്ജ് ഫോളോവർ ആണ് വരുന്നത്. ടു റൈസ് ഫോളോവർ ത്രൂ 30 mm വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഡ്യൂറിങ് 120 റൊട്ടേഷൻ ഓഫ് ദ ക്യാം. അപ്പോൾ ഫോളോവറിൻ്റെ റൈസ് വരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 30 mm ആണ്. അപ്പോൾ അതിൽ യൂണിഫോം ആക്സിലറേഷനും ഡീസിലറേഷനും വരുന്നത് 120 ഡിഗ്രിയാണ്. Dwell for next 30 degree of the cam rotation. Then first dwell കൊടുത്തിട്ടുള്ളത് 30 ഡിഗ്രിയാണ്. To lower the follower with a simple harmonic motion during next 90 degree rotation of the cam. ടു ലോവർ ദി റേസ് വരുന്നത് 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫസ്റ്റ് ഡ്വെല്ല് 30 ഡിഗ്രിയാണ്. ദെൻ ലോവർ അല്ലെങ്കിൽ ഡിസെൻറ്റ് വരുന്നത് SHM ആണ്, 90 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ മോഷൻ ഡ്വെൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ദി ക്യാം റൊട്ടേഷൻ. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡ്വെൽ തന്നെയായിരിക്കും. അപ്പോൾ ഡ്വെൽ 1 30 ആണ്, ഡ്വെൽ 2 നമ്മൾ കണ്ടുപിടിക്കണം. ദ ക്യാം ഹാസ് എ മിനിമം റേഡിയസ് ഓഫ് 30 mm ആൻഡ് ദി റൊട്ടേറ്റ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 800 RPM. സോ ഇപ്പോൾ ക്യാമിൻ്റെ മിനിമം റേഡിയസ് അല്ലെങ്കിൽ ബേസ് സർക്കിൾ റേഡിയസ് പറഞ്ഞിട്ടുള്ളത് 30 mm ആണ്. അതുപോലെ തന്നെ ക്യാം റൊട്ടേഷൻ വരുന്നത് ആൻഡ് ക്യാം കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത്? ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഡ്രോ ദ പ്രൊഫൈൽ തന്നെ അതിൻ്റെ സ്പീഡ് തന്നിട്ടുള്ളത് 800 RPM ആണ്. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് ദ ക്യാം ഇഫ് ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ പാസ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാം പ്രൊഫൈൽ വരക്കേണ്ടത് എന്താണ്? ഫോളോവറിൻ്റെ ആക്സിസും ക്യാമിൻ്റെ ആക്സിസും സെയിം ആവുന്ന കേസിലാണ്. ഓൾസോ ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡയഗ്രാം ഫോർ ദി മോഷൻ ഓഫ് ഫോളോവർ ഫോർ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്യാം ഇൻഡിക്കേറ്റിംഗ് മെയിൻ വാല്യൂസ്. സോ ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരക്കണം, പിന്നെ ആക്സിലറേഷൻ വെലോസിറ്റി ഡയഗ്രാം, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡയഗ്രാം വരക്കണം. അതുപോലെ തന്നെ അതിനകത്തുള്ള മെയിൻ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം വെലോസിറ്റി വരുന്ന പോയിൻറ്റ്, മിനിമം വെലോസിറ്റി, പിന്നെ ആക്സിലറേഷൻ മാക്സിമം വരുന്നത്, ആക്സിലറേഷൻ മിനിമം. ഈ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ 3 ഡയഗ്രാം വരക്കണം. അപ്പോൾ ഇത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഴയ ക്വസ്റ്റനിലൊക്കെ ഈ വാല്യൂസ് മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് വെലോസിറ്റി പ്രൊഫൈലും ആക്സിലറേഷൻ പ്രൊഫൈലും വരക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എസെൻ്റ് ആംഗിൾ 5A എന്ന് എടുക്കാം. 120 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. ഡ്വെൽ 1 D1 എന്ന് എടുക്കുകയാണ്. അതിനെ 30 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. അടുത്തത് ഡിസെൻറ്റ്, ആംഗിൾ ഓഫ് ഡിസെൻറ്റ് വരുന്നത് 90 ഡിഗ്രിയാണ്. റിമൈനിങ് ആംഗിൾ ഡ്വെൽ 2 വരുന്നത് D2 എന്ന് എടുക്കുകയാണ് ഞാനതിനെ. സോ 360 മൈനസ് 120 പ്ലസ് 30 പ്ലസ് 90. അപ്പോൾ ഇത് എത്ര? ഒരു 150, 260 വരും. അപ്പോൾ 100 ഡിഗ്രിയാണ് ഡ്വെൽ 2 വരുന്നത്. അപ്പോൾ നമുക്ക് ആസെൻ്റ് ആംഗിൾ ഡ്വെൽ 1, ഡിസെൻ്റ് ആംഗിൾ ഡ്വെൽ 2 കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് H = 30 mm ആണ് പറഞ്ഞിട്ടുള്ളത്. ബേസ് സർക്കിൾ റേഡിയസ് അല്ലെങ്കിൽ മിനിമം റേഡിയസ് 30 mm ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പിന്നെ വരുന്നത് 800 RPM ആണ് എന്ത് തന്നിട്ടുള്ളത്? N = 800 RPM സ്പീഡ് തന്നിട്ടുള്ളത്. ദെൻ പറഞ്ഞിട്ടുള്ളത് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നൈഫ് എഡ്ജ് ഫോളോവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. സോറി, ഇത് 240 ആണ് വരുന്നത്. ഇത് ഡ്വെൽ 2 വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എസെൻ്റ് ആംഗിൾ അല്ലെങ്കിൽ റൈസ് ഓഫ് ദ ഫോളോവർ വരുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ദെൻ അടുത്തത് ഡ്വെല്ല് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ വരുന്നത് ഫോളാണ്. ഫോളോവറിൻ്റെ ഫോൾ വരുന്നത് SHM ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രൊഫൈൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ
ഒരു 120 മില്ലിമീറ്ററാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വേണം, വെലോസിറ്റി ഡയഗ്രാം വേണം, അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡയഗ്രാം വേണം. സോ ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഒരേ ലൈനിൽ തന്നെ വരക്കാം. അപ്പോൾ അത് കരുതിയിട്ടുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വരയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ക്യാമിൻ്റെ പ്രൊഫൈൽ വരക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്യാം വരക്കാൻ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇഷ്ടമുള്ള പോലെ വരക്കാം. അപ്പോൾ ഞാനിതിൽ എന്താണ് ഒരു 12 സെൻറ്റിമീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ് ആക്സിസ് വരക്കുന്നത്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള റേഷ്യോ എടുത്ത് വരക്കാം. അപ്പോൾ ഞാനിത് ഒരു 120 മില്ലിമീറ്റർ വരച്ചിട്ടുണ്ട്. ഇത് എത്രയാണ്, ഇത് നമ്മുടെ 30 മില്ലിമീറ്ററാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ദെൻ 120/360 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1/3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, 120 ആംഗിൾ ഓഫ് എസെൻറ്റ് എത്രയാണെന്ന് നോക്കണം. സോ 120/3 ചെയ്യുക, അപ്പോൾ നമുക്കൊരു 40 കിട്ടും. സോ അപ്പോൾ നമുക്ക് 120 × 1/3 ചെയ്യുമ്പോൾ ഒരു 40 എന്ന് കിട്ടും. സോ ഇപ്പോൾ 40 മില്ലിമീറ്ററാണ് നമുക്കെന്ത് ഇതിനകത്ത് ഈ ഒരു ഫിഗറിൽ ആംഗിൾ ഓഫ് എസെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്, 4 സെൻറ്റിമീറ്റർ. അടുത്തത് ഡ്വെല്ലാണ്, ഫസ്റ്റ് ഡ്വെല്ല് D1, ഇത് 5A എന്ന് കൊടുക്കാം ആംഗിൾ ഓഫ് എസെൻറ്റ്. D1 എന്ന് പറയുമ്പോൾ 12 30 ആണ്. അപ്പോൾ 30/3 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. സോ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ് വേണ്ടത്. അടുത്തത് 5D എന്ന് കൊടുക്കാം. ആംഗിൾ ഓഫ് ഡിസെൻറ്റ് വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90/3 ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ 30 മില്ലിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററാണ് ഇതിൽ ഡിസെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ദെൻ ഡ്വെൽ 2 വരുന്നത് 120 ആണ്. സോ ഇപ്പോൾ 120/3 ചെയ്യുമ്പോൾ അഗെയിൻ നമുക്ക് 40 കിട്ടും. അപ്പോൾ ഇങ്ങനെ 40, 10, 30, 40 ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു 120നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് 40 ആണ്, അതല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണ്, അത് മാർക്ക് ചെയ്തു. അടുത്ത് വേണ്ടത് 10 ആണ്, അപ്പോൾ 1 സെൻറ്റിമീറ്റർ. അടുത്ത് വേണ്ടത് 30 ആണ്, അപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ. ദെൻ റിമൈനിങ് പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 12 നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇതിനകത്ത് വരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സ്കെയിൽ എന്ത് ചെയ്യാം, നമുക്ക് വലുതാക്കി വരക്കാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് വേണ്ടത് ഒരു സെമി സർക്കിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരക്കാം. നമുക്ക് എന്തായാലും സെമി സർക്കിളിൻ്റെ ആവശ്യമുണ്ട്. സോ ഇപ്പോൾ അതിൻ്റെ ഡയമീറ്റർ വരുന്നത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈ ഒരു 30 മില്ലിമീറ്റർ ആണ്. സോ അത് വരക്കുക. ഇനി വേണ്ടത് എന്താ, ഇതിനെ നമ്മൾ 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുക. അതായത് 30 ഡിഗ്രി വരുന്ന 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് എസെൻറ്റും ആംഗിൾ ഓഫ് ഡിസെൻറ്റും നമ്മൾ എന്ത് ചെയ്യുക, 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എസെൻറ്റിനെ എത്രയാണ്, 40 ആണ് വരുന്നത്, 40 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 40 mm/6. അപ്പോൾ എത്ര വരിക, നമുക്കൊരു 6.6 സംതിങ് വരും, അല്ലെങ്കിൽ 6.67 വരും. ഈ ഒരു മെഷർമെൻറ്റ്, അതായത് ഇത്രയും മില്ലിമീറ്ററിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു 40 mm കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് 30 mm ആണ് നമ്മുടെ ഡിസെൻറ്റ് വരുന്നത്. അപ്പോൾ 30/6 ചെയ്ത് നമുക്ക് 5 കിട്ടും. സോ 5 മില്ലിമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. നമ്മളതിനെ രണ്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6.67 mm വെച്ചിട്ടും ഇത് ഒരു 5 മില്ലിമീറ്റർ വെച്ചിട്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, 5A മാർക്ക് ചെയ്യുക. ദെൻ അടുത്തത് D1 ആണ്. അടുത്തത് 5D മാർക്ക് ചെയ്യാം. അടുത്തത് 12 D2. ദെൻ ഇതിനെ നമ്മൾ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെയിം ലൈനിൽ തന്നെ നമുക്ക് വെലോസിറ്റി പ്രൊഫൈലും വരക്കാൻ പറ്റും. അടുത്ത് വേണ്ടത് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിഫോം ആക്സിലറേഷൻ ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ലൈൻസ് വരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യൂണിഫോം ആക്സിലറേഷൻ ഡിസ്ലറേഷൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ആംഗിളിനെ, ആ ഒരു എസെൻറ്റ് ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യുമോ, ഈവൺ നമ്പർ ഓഫ് ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇനി വേണ്ടത് ആ മിഡിൽ ലൈനിനെ അതേപോലെ ഈക്വൽ ഡിവിഷൻസ് ആക്കിയിട്ട് ഈവൺ നമ്പർ ഓഫ് ഈക്വൽ ഡിവിഷൻസ് ആക്കി എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം.
അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അപ്പോൾ അതിലെ ആ 0യും 6 എന്ന് പറയുന്ന ആ ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ എൻ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റും നമ്മൾ ഈ ഒരു മിഡ് ലൈനിലുള്ള പോയിൻറ്റ്സിന് ഓരോ പോയിൻറ്റ്സിനും ജസ്റ്റ് എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. ABCDEF അങ്ങനെ പേര് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, 0 എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഓരോ പോയിൻറ്റിലേക്കും ജോയിൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് 0 എന്ന് പറയും 0യിൽ നിന്ന് ആ മിഡിൽ ലൈനിലുള്ള ഫസ്റ്റ് പോയിൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഒരു മാർക്ക് കൊടുക്കണം. മീൻസ് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യണം വേണ്ടത്. ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡർ യൂസ് ചെയ്യാം. ദെൻ ഓരോ പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് 0യിൽ നിന്ന് 2 ലൈൻസ് വരക്കാം. ദെൻ 6 എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈനിൽ നിന്ന് എന്ത് ചെയ്യാം, മിഡിൽ ലൈനിലുള്ള 2 പോയിൻറ്റിലേക്ക് 2 ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലൈൻ, അതായത് 0യിൽ നിന്ന് മിഡ് ലൈൻ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ലൈന് ഫസ്റ്റ് ഓർഡിനേറ്റിനെ കട്ട് ചെയ്യുന്നത് ഒരു പോയിൻ്റായിട്ട് എടുക്കുക. അതേപോലെ തന്നെ മിഡിൽ ലൈനിലേക്ക് വരച്ചിട്ടുള്ള സെക്കൻഡ് ലൈന് നമ്മുടെ സെക്കൻഡ് വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിനെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എടുക്കുക. അതേപോലെ തന്നെ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സെൻട്രൽ കൂടെ വരച്ചിട്ടുണ്ടല്ലോ, ആ ഡയഗണൽ പോലെ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലെ ഒരു പോയിൻറ്റ്, അത് മിഡ് ലൈനിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്. അതുപോലെ തന്നെ അടുത്ത 2 പോയിൻറ്റ്സ് അവർ 4നെ കട്ട് ചെയ്യുന്നതും മീൻസ് 4നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റും 5 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റും എടുക്കുക. ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു കർവായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ പേനോട് വരച്ചതുകൊണ്ടാണ് ലൈൻസ്, അല്ലെങ്കിൽ നമുക്കിത് മാച്ച് വന്നിട്ട് കാണാമായിരുന്നു. സോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ ഒരു കർവ് വേണ്ടത്. നമ്മൾ ആദ്യം ഒരു പെൻസിലുണ്ടോ ലൈൻ വരച്ചത് എന്താണ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നത്, 0യിൽ നിന്നും 5 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിലേക്കാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും 0യും 6ഉം തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് എന്താണ്, SHM ആണ് വേണ്ടത്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പ്രൊജക്ഷൻ ലെൻസ് വരക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് റൈസാണ്, ദെൻ SHM വേണ്ടത് ഫോളാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ 11 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിലേക്കാണ് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് മാർക്ക് ചെയ്യേണ്ടത് 10 എന്ന് പറയുന്ന ലൈനിലേക്കാണ്. ദെൻ ആ 90 ഡിഗ്രി നമ്മൾ 9 എന്ന് പറയുന്ന ലൈനിൽ വെർട്ടിക്കൽ ലൈനിൽ വേണം മാർക്ക് ചെയ്യാൻ. അടുത്തത് മാർക്ക് ചെയ്യില്ല, നമുക്ക് ജസ്റ്റ് വരക്കണം. അടുത്തത് 8 എന്ന് പറയുന്ന ആ ലൈനിൽ വേണം മാർക്ക് ചെയ്യാൻ. ദെൻ 7, 6 മാർക്ക് ചെയ്യണ്ട. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് പ്രൊജക്ഷൻ ലൈൻസ് വരക്കാം. ഞാനത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു 12 മാത്രം ഈ ഒരു ലൈൻസ് വരച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെമി സർക്കിൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ വരക്കാം. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ ലൈൻസ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫോൾ ഇതിനകത്തൂടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അത് സ്മൂത്ത് കർവ് വരക്കണം. അപ്പോൾ അത് നമ്മൾ
ഈ ഡിസ്റ്റൻസ്. ഈ സ്കെയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കാം. അപ്പോൾ അതിനത്രയും നല്ല ഭംഗിയിൽ ഫിഗർ കിട്ടും. സോ ഇനി വേണ്ടത് നമുക്ക് എന്താ, ഇതിൽ ക്യാം പ്രൊഫൈൽ വരക്കണം, വെലോസിറ്റി പ്രൊഫൈൽ വരക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം വരച്ചു. ഇനി വെലോസിറ്റി ആക്സിലറേഷൻ ഡയഗ്രം കൂടി വരക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലൈൻസിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇനി ആംഗിൾ ഓഫ് അസെൻഡ് ആംഗിൾ ഓഫ് ഡിസെൻഡ് ഒന്നും എന്ത് ചെയ്യില്ല, വീണ്ടും മെഷർ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വെലോസിറ്റി ഡയഗ്രാം ഇവിടെ വരക്കാം. അപ്പോൾ അതും ഞാൻ ഹൊറിസോണ്ടൽ ഒരു 12 തന്നെ എടുക്കുന്ന, വെർട്ടിക്കൽ 3 തന്നെ എടുക്കുക. ദെൻ അതിൽ മാക്സിമം വെലോസിറ്റിയും മിനിമം വെലോസിറ്റിയും കാണുക. അത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ വേണം. ആക്സിലറേഷൻ എങ്ങനെ വരക്കാം, ഇതും ഒരു 3 തന്നെ എടുക്കുക. അപ്പോൾ അത് നമ്മുടെ പ്രൊഫൈലിനനുസരിച്ച് വേണം. അത് നമുക്ക് ഇതാണ് നമ്മുടെ യൂണിഫോം ആക്സിലറേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എന്ന്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വരുന്നത് ഇതുപോലെ ആയിരിക്കും. സോ ഇപ്പം മിഡിൽ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മാക്സിമം വെലോസിറ്റി വരുന്നത്. നമുക്ക് ഈ ഒരു ഫിഗറും കൂടി വരക്കണം. നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം വെലോസിറ്റി കാണണം. അപ്പോൾ എസെൻറ്റിലെ മാക്സിമം വെലോസിറ്റി വി മാക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് 2h × ω/φA എന്ന് കൊടുക്കാം. സോ ഇപ്പോൾ φA എന്ന് പറയുന്നത് എസെൻറ്റ് ആംഗിൾ ആണ് 120 ഡിഗ്രി. ദെൻ h എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ω നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ω കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുള്ള n തന്നിട്ടുള്ളത് n = 800 RPM ആണ് തന്നിട്ടുള്ളത്. സോ 2.800/60 ചെയ്യുക. എത്ര വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് 80π/3 എന്ന് കിട്ടും. ആ പൈ തന്നെ അങ്ങ് നിർത്താം. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇപ്പോൾ 2 × h വരുന്നത് 30 mm ആണ്. സോ 30 × ω വരുന്നത് 80π/3 /φA വരുന്നത് 120 ആണ്. റേഡിയനിൽ കൺവേർട്ട് ചെയ്യണം. സോ π/180 കൂടി ചെയ്യണം. സോ ഇപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ചെയ്യാം നമുക്ക്. ദെൻ 120 180 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 × 800 എത്ര വരും, 2/3 എന്ന് വരും. സോ നമുക്ക് 2/3 എനിക്ക് കിട്ടുന്നത് ഒരു 2400 ആണ്. ഇപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും mm/s ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ m/s കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 2.4 കിട്ടും. അപ്പോൾ ഒരു 2.4 ആൻസർ 2.4 m/s ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ സോൾവ്ഡ് പ്രോബ്ലം ആണിത്. 2.52 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വെലോസിറ്റി ഡയഗ്രം ഇപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, മിഡിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഈ ഒരു ഇതിനകത്ത് φA മാർക്ക് ചെയ്യാം. D1 φ D2. അപ്പോൾ ആംഗിൾ ഓഫ് അസെൻറ്റ് del1, ആംഗിൾ ഓഫ് ഡിസെൻറ്റ് del2. ഇത് മാർക്ക് ചെയ്തു നമ്മൾ. ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡയഗ്രാം. ദെൻ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഏതാണ്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. സോ അപ്പോൾ ലീനിയർ വെലോസിറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഒരു മിഡ് ലൈൻ വരയ്ക്കുക. ദെൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു നമ്മൾ 3 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു 2.4 എടുക്കുക. ഓക്കെ, 2.4 എടുക്കുക, അതുകൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെല്ലാ പ്രൊഫൈലും അറിഞ്ഞിരിക്കണം. മീൻസ് എല്ലാ എല്ലാത്തിൻ്റെയും വെലോസിറ്റി ഡയഗ്രാം, ആക്സിലറേഷൻ ഡയഗ്രം വരക്കണം. ഇതുപോലെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റണം. സോ ഇപ്പോൾ ഇതാണ് ഇത് മാക്സിമം വെലോസിറ്റി പോയിന്റ് വരുന്നത്. ഇനി ഇതിൽ ഡിസെൻറ്റ് കാണണം, മീൻസ് ഡിസെൻറ്റ് ആംഗിൾ കാണണം. ആ ഡിസെൻറ്റ് ആംഗിളിലെ വെലോസിറ്റി വരക്കണം നമുക്ക്.
സോ ഇപ്പോൾ എസ് എച്ച് എമ്മിൻ്റെ നമുക്ക് ഡിസെൻറ്റ് വരുന്നത് എസ് എച്ച് എം ആണ്. സോ അപ്പോൾ അതിലെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ വരുന്നത് h/2 ഇൻറ്റു പൈ ഒമേഗ ബൈ സൈ ഡി 5d ഇൻറ്റു സൈൻ പൈ തീറ്റ ബൈ സൈ ഡി. സോ ഇപ്പോൾ നമുക്ക് ഇതിൽ സൈൻ കർവാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം വെലോസിറ്റി വരുന്ന പോയിൻ്റാണ്. അപ്പോൾ അത് എത്രയാണ്? അതായത് ഇതിൻ്റെ ഈ 120യുടെ മിഡിലാണ് വരുന്നത്. എസ് എച്ച് എമ്മിൻ്റെ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും വെലോസിറ്റി കർവ് വരുന്നത്. ഇതായിരിക്കും മാക്സിമം പോയിൻ്റ് വരുന്നത്. സോ ഇതിൽ മാക്സിമം വെലോസിറ്റി വി മാക്സ് ഈക്വൽ ടു നമുക്ക് h/2 ഇൻറ്റു പൈ ഒമേഗ ബൈ 5d തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ h എന്ന് പറയുമ്പോൾ 30/2 ഇൻറ്റു ദെൻ പൈ ഇൻറ്റു ഒമേഗ 80π/3 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 90 ആണ് ഇൻറ്റു π/180. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പൈ ക്യാൻസൽ ചെയ്യാം. ദെൻ ഇവിടെ /2 എന്ന് വരും. ആൻസർ എത്ര നോക്കാം. എനിക്ക് വാല്യൂ വരുന്നത് ഒരു 2513 ആണ് വരുന്നത്. 2513 അഗൈൻ ഞാൻ എന്ത് ചെയ്യുക, അതിനെ ഇത്രയും mm/s ആയിരിക്കും വരുന്നത്. ബൈ 1000 ചെയ്യാം. നമുക്കൊരു 2.5 കിട്ടും. ആ വാല്യൂ എടുക്കുക, ഞാൻ അത്രയും m/s എടുക്കാം. സോ അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇവിടെയാണ് ഡിസെൻറ്റ് വരുന്നത്. ഇതിനൊരു മിഡ് ലൈൻ വരയ്ക്കുക. ദെൻ ഇതിലെന്ത് ചെയ്യുക, താഴേക്ക് നമ്മളൊരു 3 സെൻറ്റിമീറ്റർ ജസ്റ്റ് മാർക്ക് ചെയ്യുക. അതിൽ ഒരു 2.5 എടുക്കാം. സോ ഇപ്പോൾ ഇത് ഒരു സൈൻ കർവ് ആയിരിക്കും വരുന്നത്. ഇതേപോലെ ആയിരിക്കും വെലോസിറ്റിയുടെ ഡയഗ്രാം വരുന്നത്. ഇനി അടുത്തത് ആക്സിലറേഷൻ ഡയഗ്രാം വരക്കണം. അപ്പോൾ നമുക്ക് എസെൻറ്റിലെ ആക്സിലറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എസ് എച്ച് എം ആണ് വേണ്ടത്. എസ് എച്ച് എമ്മിൻ്റെ മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സോറി, ഫസ്റ്റ് വരുന്നത് എസെൻറ്റിൽ യൂണിഫോം ആണ്, യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ വരുന്നത് 4 ഇൻറ്റു h⍵² / 5a² ആണ്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഇൻറ്റു 30 ഇൻറ്റു ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്ക് 80π/3 2 ഡിവൈഡ് ബൈ നമ്മുടെ 5a എന്ന് പറയുമ്പോൾ 120. സോ ഇപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റേഡിയനിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു π/180 ഇത് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയും നമുക്ക് നോക്കാം. എനിക്ക് ആൻസർ കിട്ടുന്നത് ഒരു 191.99 m/s² ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണം, സ്കെയിൽ ചെയ്ത് വേണം വരക്കാൻ. അപ്പോൾ നമുക്കൊരു 1.9 അതിന് എന്ത് ചെയ്യുക, അത്രയും സെൻറ്റിമീറ്റർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഡിസെൻറ്റിൻ്റെ ആക്സിലറേഷൻ കാണണം. അപ്പോൾ ഇതിലെ മാക്സിമം ആക്സിലറേഷൻ എസ് എച്ച് എമ്മിൻ്റെ കേസിൽ വരുന്നത് 0 എന്ന് പറയുന്ന വാല്യൂസിനായിരിക്കും. ഇതുപോലെ ആയിരിക്കും കർവ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. അതിൻ്റെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു h/2 ഇൻറ്റു പൈ ഒമേഗ ബൈ സൈ ഡി (2) ഇൻറ്റു കോസ് പൈ തീറ്റ ബൈ സൈ എന്നാണ് വരുന്നത്. ദെൻ മാക്സിമം ആക്സിലറേഷൻ വരുമ്പോൾ മാക്സിമം ഈസ് ഈക്വൽ ടു h/2 ഇൻറ്റു പൈ ഒമേഗ ബൈ സൈ ഡി (2) എന്നാണ് വരുന്നത്. സോ ഇവിടെ 30/2 ഇൻറ്റു പൈ ഇൻറ്റു ഒമേഗ 80π/3 ബൈ 5d എന്ന് പറയുമ്പോൾ 90π/180. സോ ഇപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാം. എത്ര വരുന്നത് നോക്കാം. (2) ഉണ്ട്. നമുക്ക് ആൻസർ വരുന്നൊരു 421 ആണ്. 421.103. സോ നമുക്കത് ഇത്രയും m/s² ആണ് വരുന്നത്. നമുക്കിതിനെ എന്ത് ചെയ്യാം, നമ്മളവിടെ 190നെ ഒരു 1.9 എടുത്ത പോലെ ഇവിടെ ഈ 421നെ 4.21 എടുക്കാം. ഇത്രയും സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്ത് വരക്കാൻ പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യുക, ഇത്
എസെൻറ്റ് 5A മാർക്ക് ചെയ്യാം. ഇത് D1 ഡുവൽ 1. അടുത്തത് ഡിസെൻറ്റ് 5D എന്ന് മാർക്ക് ചെയ്യാം. ഇത് D2 ഡെൽ 2. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് കേസ്, അതായത് എസെൻറ്റ് വരുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ മാർക്ക് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അടുത്തത് ഈ ഒരു കേസിൽ വരുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ വരുന്നത് അതുപോലെ ആയിരിക്കും. മാക്സിമം വരുന്നത് 0-ലായിരിക്കും. സോ നമുക്കൊരു ഇത് എത്രയാണ്, 1.9. ഇവിടെ 1.9 മാർക്ക് ചെയ്യുക. ഇതൊരു 4.2, ഇതിലും ഒരു 4.2 മാർക്ക് ചെയ്യുക. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഫിഗറിനെ തന്നെ വരച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ എന്ത് ചെയ്യുന്നത് ആക്സലറേഷൻ ഡയഗ്രം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിലെടുത്ത് വരക്കാം. നമുക്ക് ആ ഒരു 4-ന് പകരം വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് 2 ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വരക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മളെടുക്കുന്ന സ്കെയിലിനനുസരിച്ചിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്യാമിൻ്റെ പ്രൊഫൈലും കൂടി വരക്കണം. ഈ ഒരു ക്വസ്റ്റനിൽ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, നമുക്ക് പറഞ്ഞിട്ടുള്ള ക്യാം വരുന്നത് എങ്ങനെയാണ്, റൊട്ടേഷൻ, ക്യാമിൻ്റെ റൊട്ടേഷൻ വരുന്നത് എങ്ങനെയാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മൾ എന്ത് ചെയ്യുക, ക്യാം സ്റ്റേഷനറി ആയിട്ട് അസ്യൂം ചെയ്യുക, ഫോളോവർ കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എടുക്കുക. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഫൈൽ വരക്കാൻ. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമ്മുടെ 30 mm ആണ് ബേസ് സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 30 mm ഒരു സർക്കിൾ വരക്കുക. ഇനി വേണ്ടത് എന്താണ്, നമ്മുടെ ക്യാം ആക്സിസും ഫോളോവർ ആക്സിസും വരക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്യാമിൻ്റെ ഡയമീറ്റർ വരക്കുക. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നൈഫ് എഡ്ജ് ഫോളോവറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു നൈഫ് എഡ്ജ് ജസ്റ്റ് വരച്ച് കൊടുക്കുക. ഓക്കെ, നൈഫ് എഡ്ജ് ഫോളോവറാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേണ്ടത് ആംഗിൾ ഓഫ് അസെൻറ്റ് ഡുവൽ 1, ആംഗിൾ ഓഫ് ഡിസെൻറ്റ് ഡുവൽ 2, അത് മാർക്ക് ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് ആംഗിൾ ഓഫ് അസെൻറ്റ് 120 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ 120 ഡിഗ്രി. അടുത്തത് എത്രയാണ്, 40 ഡിഗ്രി. സോ ഓക്കെ, ഡുവൽ 1 വരുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒരു 150 മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 90 ഡിഗ്രിയാണ്. നമ്മൾ ഫസ്റ്റ് ഇത് നമ്മുടെ അസെൻറ്റ്, ദെൻ നമ്മുടെ ഡുവൽ 1, അടുത്തത് ഡിസെൻറ്റ്. അപ്പോൾ അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 120 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഇനി എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോന്നിനെയും 6 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. സോ അപ്പോൾ 120/6 ചെയ്താൽ നമുക്ക് 20 ഡിഗ്രി എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, 20 ഡിഗ്രി വെച്ചിട്ട് 20, 40, 60, 80, 100, 120, ഇതിനെ 6 ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മുടെ ഡുവൽ 1നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അത് കോൺസ്റ്റൻ്റ് ആണ് വരിക. അടുത്തത് 90. ഇപ്പോൾ 90 ഡിഗ്രീനെ ബൈ 6 ചെയ്താൽ 5D ആണ് 90, 5D/6 ചെയ്യുക. ഇത് 5A/6 ആണ്. സോ ഇപ്പോൾ എത്ര വരും, 15 ഡിഗ്രി വരും. സോ ഇപ്പം നമ്മുടെ ഡിസെൻറ്റിനെ നമ്മൾ 6 ആയിട്ട് കട്ട് ചെയ്യണം. സോ ഇപ്പോൾ 15, 30, 45, 60, 75. എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ലൈൻസ് വരക്കുക.
അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം ഓരോ ക്വസ്റ്റിനും ഓരോ സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഫോളോവറിൻ്റെ പ്രൊഫൈൽ വ്യത്യാസം ഉണ്ടാവും, ഫോളോവർ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നൈഫ് എഡ്ജാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നൈഫ് എഡ്ജ് തന്നെയായിരുന്നു. റോളർ വരുന്നുണ്ട്, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ പേര് മാർക്ക് കൊടുക്കാം. 1 0 1 2 3 4 5 6 6 7 8 9 10 11 12 ഇത്രയും നമ്പേഴ്സ് പേര് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് ഇതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കണം. സോ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്തത് 2 എന്ന് പറയുന്ന പോയിന്റ് വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ഈ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ഒരു ലൈനിലേക്ക് മാർക്ക് ചെയ്യുക. അടുത്തത് 3 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്ത് മാർക്ക് ചെയ്യുക. ദെൻ 4 അതും സർക്കംഫറൻസിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്യണം. ദെൻ അടുത്തത് 5 അടുത്തത് 6 അത് നമുക്ക് 3 mm ആയിരിക്കും വരുന്നത്. 3 mm അല്ല 30 mm. ദെൻ ഇവിടെ സെയിം തന്നെ മാർക്ക് ചെയ്യുക. ഈ ഡെല്ല് കോൺസ്റ്റൻ്റ് ആയിരിക്കും വരുന്നത്, അത് മാർക്ക് ചെയ്യുക. ഇനി വേണ്ടത് നമ്മുടെ 7 എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതും ഈ സർക്കംഫറൻസിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാം. ദെൻ 8 അടുത്തത് 9 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. then 10 11 ഇപ്പോൾ 12 ആണെങ്കിൽ 0. നമ്മളെന്ത് ചെയ്യുക, ഇതിനെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇനി ഈ ഒരു ഓരോ പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്മൂത്ത് കർവ് വെച്ച് ജോയിൻ ചെയ്യുക. സോ നമ്മുടെ 6 എത്തിയിട്ടില്ല, 5. ദെൻ 6 to 6 നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് ആയിരിക്കും വരുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഒരു പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു പാർട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഇറേസ് ചെയ്ത് കളയുക. അപ്പോഴാണ് നമ്മുടെ ഫിഗർ നല്ല വൃത്തിയുണ്ടായിരിക്കും. ദെൻ ഇതിൽ നമ്പറിങ് കൊടുക്കാം. 0 തന്നെ 1 2 3 4 5 6 6 7 8 9 10 11 12 നമ്മൾ 12 എന്ന് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇതിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് ക്യാമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, അതിൽ വെലോസിറ്റി, ദെൻ ആക്സിലറേഷൻ. ഇപ്പോൾ ഇതിൽ നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ഈ ഡയഗ്രാം വരക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്കെയിലിനനുസരിച്ച് നമുക്ക് നല്ല ഫിഗറിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു 4.2 എന്ന് പറയുന്നത് കുറച്ച് വൃത്തിക്ക് വരക്കുക. ഇതുപോലൊരു കർവായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് മിഡിലെ പോയിൻറ്റ് ഇവിടെ മാക്സിമം വരുന്നത്. അപ്പോൾ സ്കെയിലിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫിഗറിൻ്റെ ഭംഗി. then അതേപോലെ ഈ ഒരു ഇത് പറയുന്നത് നമ്മുടെ സൈൻ കർവ് വരുന്നുണ്ടാവുക. നമ്മുടെ വെലോസിറ്റി SHMൻ്റെ സൈൻ കർവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാ പ്രൊഫൈലിനെയും കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവണം. മീൻസ് നമുക്ക് SHM വരുന്നുണ്ട്, സൈക്ലോയിഡൽ വരുന്നുണ്ട്, ദെൻ യൂണിഫോം വെലോസിറ്റി, ദെൻ യൂണിഫോം ആക്സിലറേഷൻ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിലെ മിക്സ് ചെയ്തിട്ടും വരാം ഒരേപോലെ. മീൻസ്
എസെൻറ്റും ഡിസെൻറ്റും യൂണിഫോം ആയിട്ടുള്ള ചോദിക്കാം, SHMA തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതേവരുടെ കോമ്പിനേഷനും എടുത്ത് ചോദിക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ആക്സിസും ഫോളോവറിൻ്റെ ആക്സിസും ഇൻലൈനായിട്ട് വരുന്നതും പിന്നെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസിൽ വരുന്നതും പിന്നെ നൈഫ് എഡ്ജ് ദെൻ റോളർ ഫോളോവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.